Hey everybody, welcome to JD's Garage. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു വളരെ മച്ച് ലവ്ഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് തിരിച്ചു കൊണ്ടുവരുവാണ്, ദ ന്യൂസ്. പലവരും കുറേ ദിവസമായി എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു ആ ഒരു ന്യൂസ് എപ്പിസോഡ് തിരിച്ച് കൊണ്ടുവരണം എന്നുള്ളതും, അതേപോലെ നമുക്ക് ആ ഒരു ഇൻഡസ്ട്രി ട്രെൻഡ്സും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റ് ഷുഡ് ബി ബാക്ക് എന്നുള്ള ഫീഡ്ബാക്ക് കുറേ കാലമായി കിട്ടുന്നു. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ന്യൂസ് എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സെറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നൗ വി ആർ ഇൻ ദ 1991 ഹയേഴ്സ്. അപ്പോൾ ഈ വണ്ടി കുറച്ച് കാലമായിട്ട് കുറച്ച് മെക്കാനിക്കൽ വർക്കും റെജിസ്ട്രേഷനും എല്ലാം ആയിട്ട് ഉള്ളിലായിരുന്നു. നൗ ഇറ്റ്സ് ജസ്റ്റ് കം ഔട്ട് ഫ്രം thorough മെക്കാനിക്കൽ റെജിസ്ട്രേഷൻ. അപ്പോൾ എന്താ വിചാരിച്ചു, ഓക്കെ ഇതിൻ്റെ നമുക്ക് ഇൻറ്റീരിയേഴ്സ് ലെറ്റ്സ് പുട്ട് ഇറ്റ് ടു ഗുഡ് യൂസ്. അങ്ങനെ സോ ഈ വെഹിക്കിൾ ആക്ച്വലി കുറച്ച് പറയാനുണ്ട്. വിൽ ഡു ദാറ്റ് ഇൻ എ സെപ്പറേറ്റ് എപ്പിസോഡ്. ഈ വണ്ടിയുടെ പേര് പറയുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് എ വെരി ലോങ് നെയിം. ഇറ്റ്സ് എ 1991 ടൊയോട്ട ഹൈയേഴ്സ് വാഗൺ സൂപ്പർ കസ്റ്റം ലിമിറ്റഡ്. എനിക്ക് എൻ്റെ അറിവിലുള്ള ഏറ്റവും വലിയ ഒരു കാറിൻ്റെ പേര് ഇതാണ്. ആൻഡ് ഈ വണ്ടി പേര് പോലെ തന്നെ വളരെ വലിയൊരു വണ്ടിയാണ്. കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്. വി വിൽ അഗൈൻ കം ടു ദാറ്റ് ഇൻ എ സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് എപ്പിസോഡിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ എന്തായാലും നമ്മളൊരു ടൊയോട്ടയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ടൊയോട്ടയുടെ ന്യൂസായിട്ട് തന്നെ തുടങ്ങാം ഇൻ ദ ഇൻ്റർനാഷണൽ സെക്ഷൻ. ടൊയോട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഇടയ്ക്ക് അവർ ദ 250 സീരീസ് ലാൻഡ് ക്രൂസർ ഇറക്കിയായിരുന്നു, ഓർ ദ പ്രാഡോ ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്. അപ്പോൾ ഈ വണ്ടി ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഹെഡ്ലൈൻസ് അറൗണ്ട് ദ വേൾഡ്. ആൻഡ് എല്ലാവരും ദേ വർ ലുക്കിംഗ് ഫോർവേഡ് ടു സംതിങ് ലൈക്ക് ദിസ്. 300-നേക്കാളും ചെറിയൊരു വണ്ടി, കുറച്ച് നല്ല ഓഫ് റോഡ് ഫോക്കസ് ഉണ്ട്, ആ ഒരു ക്ലാസിക് ലുക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അറ്റ്ലീസ്റ്റ് ഫോർ കോമൺ പീപ്പിൾ ലൈക്ക് അസ്, നമുക്ക് അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് വരുന്നത്. ദാറ്റ് ഈസ് ദ ടൊയോട്ട ലാൻഡ് ഹോപ്പർ. അതവരുടെ ഒരു പുതിയ ലൈനാണ്. സോ ദേ ഹാഡ് ഡിസ്പ്ലേഡ് ഒരു കോമ്പാക്ട് ക്രൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രിക് SUV കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ്. ടൊയോട്ടയുടെ ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ദേ ഹവ് നോട്ട് ബീൻ വെരി ബിഗ് ഓൺ ഇലക്ട്രിക് കാർസ്. അവർ കൂടുതലും ഹൈബ്രിഡ്സ് ആണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കോമ്പാക്ട് ക്രൂസർ എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് കോമ്പാക്ട് SUV കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം വരുന്ന ജപ്പാനിലെ ഓട്ടോ എക്സ്പോയിലാണ് ഇത് കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിനെപ്പറ്റി കുറച്ച് അറിയാവുന്ന ഡീറ്റെയിൽസ് പറയാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഹെഡ്ലൈൻസിൽ കാണുന്നുണ്ട് ടൊയോട്ടയുടെ ജിംനി കില്ലർ വരുന്നു എന്നുള്ളത്. ആ ഒരു പേര് ഒരു നോട്ട് റിയലി ഡിസ്ക്രൈബിങ് വാട്ട് ദാറ്റ് കാർ ഇസ്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ജിംനി കില്ലർ അല്ല, അത് വേറൊരു സെഗ്മെൻറ്റ് വണ്ടിയാണ്. ജിംനേക്കാളും ഒരു അബവ് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന വണ്ടിയാണ്. സോ ഇറ്റ്സ് എ പ്രോപ്പർ ബോഡി ഓൺ ഫ്രെയിം ഷാസി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇറ്റ്സ് എ പ്രോപ്പർ SUV. അല്ലാണ്ട് ഒരു ചെറിയ ഓൺ റോഡ് കാർ എടുത്ത് അതിൻ്റെ ക്രോസ് ഹാച്ച് ഉണ്ടാക്കിയ കൊറോള ക്രോസ് പോലെ അങ്ങനെയൊന്നും അല്ല ഇത്. ആൻഡ് ദിസ് ഈസ് ബിൽഡ് ഫോർ സ്മോളർ ആപ്ലിക്കേഷൻസ് ദാൻ വാട്ട് എ പ്രോപ്പർ ബിഗ് ലക്ഷറി കാർ വുഡ് ഡു. സോ എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റും. ഇറ്റ് വിൽ ബി ചീപ്പർ, അണ്ടർ $30,000 എന്നാണ് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി എ ചീപ്പർ വെഹിക്കിൾ. നമുക്ക് അത്യാവശ്യം പുഷ് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ ഒരു വണ്ടിയായിട്ടാണ് ഇറങ്ങുന്നത്. ഞാനിതൊരു ജിംനി കില്ലർ അല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വരുന്ന ഒരു ലീക്സ് വെച്ചിട്ട് അതിനകത്ത് വരാൻ പോകുന്ന മെയിൻ എഞ്ചിൻ വുഡ് ബി ദ 2.8 ലിറ്റർ ഡീസൽ എഞ്ചിൻ, ടർബോ ഡീസൽ. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള എഞ്ചിനാണ്. ഇപ്പോൾ ഹൈലക്സിലും ഇപ്പോൾ ഫോർച്യൂണറിലും ഒക്കെ ഉണ്ടായ എഞ്ചിൻ. സോ ദാറ്റ് എഞ്ചിൻ ഇസ് വെരി ഫെമിലിയർ ടു അസ്. ഇറ്റ്സ് എ പവർ ഹൗസ്, ഇറ്റ്സ് എ ബ്രൂട്ട് ഓഫ് എൻ എഞ്ചിൻ ടു ബി ഓണസ്റ്റ്. ആ എഞ്ചിനാണ് ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത്. പ്രോപ്പർ smaller SUV ladder frame with this kind of an engine and an attractive price would be a great proposition. And നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം മിസ് ചെയ്യുന്ന ഒരു സാധനം അതാണ്. കാര്യം ടൊയോട്ട അഗൈൻ അവരുടെ ലാൻഡ് ക്രൂസർ ലൈൻ പണ്ട് നോക്കുവാണെങ്കിൽ 40 സീരീസ് 70 സീരീസ് ഒക്കെ എടുത്ത പണിയെടുക്കുന്ന SUVകളാണ്. പക്ഷെ അവിടെ നിന്ന് 200-300 പോയി കഴിഞ്ഞപ്പോഴേക്കും, ആൻഡ് ഈവൻ ഫോർ നെക്സ്റ്റ് 250, ഇതെല്ലാം മോർ ലക്ഷറി ഓറിയൻറ്റഡ്, മോർ ഒരു പ്രീമിയം SUV ആയിപ്പോയി. സോ ഇങ്ങനത്തെ ഒരു ചെറിയ വണ്ടി വരുന്നത് വുഡ് ബി ഗ്രേറ്റ് ഫോർ ടൊയോട്ട ആൻഡ് ഗ്രേറ്റ് ഫോർ കൺസ്യൂമേഴ്സ് ഓൾസോ. ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഇപ്പോൾ ഉള്ള ഫോട്ടോസ് കാണുന്നതെല്ലാം മോർ ഓർ ലെസ് ആ കോമ്പാക്ട് ക്രൂസർ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ കാണിക്കുന്നത്. ഇറ്റ് ഷുഡ് ലുക്ക് വെരി സിമിലർ. ആൻഡ് സം സോഴ്സസ് ആർ സെയിങ് ദാറ്റ് അതിനകത്ത് റൗണ്ട് ഹെഡ്ലൈറ്റ്സ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു സ്ലീക്ക് ഹെഡ്ലൈറ്റ്സിൻ്റെ പകരം റൗണ്ട് ഹെഡ്ലൈറ്റ്സ് ആയിരിക്കും വരുന്നത്. ആൻഡ് അത് തന്നെയാണ് നമ്മളിപ്പോൾ പുതിയ പ്രാഡ് ഇറങ്ങിയപ്പോഴും കണ്ടത്. യു ഹാഡ് 2 ഫ്രണ്ട് എൻഡ്സ്. ഒരു വെരി മോഡേൺ ലുക്കിംഗ് ഫ്രണ്ട് എൻഡും ഉണ്ട്, അതേപോലെ ഒരു റൗണ്ട് റെട്രോ ഒരു ഫ്രണ്ട് എൻഡും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഐ എം ഈഗർലി വെയിറ്റിംഗ് ടു സീ ദാറ്റ്. ഈ മാസം അവസാനം അതിൻ്റെ കാര്യങ്ങളെല്ലാം റിലീസ് ആവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വ്യത്യാസം നമ്മൾ നേരത്തെ കാണിച്ച കോമ്പാക്ട് ക്രൂസർ കോൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ കോമ്പാക്ട് ക്രൂസർ വാസ് സപ്പോസ് ടു ബി എൻ ഇലക്ട്രിക് വെഹിക്കിൾ ഓൺലി, വെറസ് ഇപ്പോൾ അവരത് കുറച്ചുകൂടെ ടോൺ ഡൗൺ ചെയ്ത് അത് പെട്രോളും ഡീസലും കൂടെ ഉണ്ട് എന്നുള്ള പോലെ ആക്കി. ഇപ്പോൾ പവർ ട്രെയിൻസിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇതൊന്നും വന്നിട്ടില്ല. ഹൈബ്രിഡ് ഉണ്ടാവുമോ അതോ ഫുൾ ഇലക്ട്രിക് ഉണ്ടോ എന്നുള്ള കാര്യം കൺഫേം അല്ല ഇപ്പോഴും. ബട്ട് എനിവേസ് ഡീസലും പെട്രോളും ഉണ്ടെന്നുള്ള കാര്യം കൺഫേം ആണ്. ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോളാണ് പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന എഞ്ചിൻ. ആൻഡ് ഇതിനകത്ത് ഇലക്ട്രിക് വരുമ്പോഴൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദിസ് ഇസ് എ പ്രോപ്പർ ബോഡി ഓൺ ലാഡർ ഷാസി. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത്
ബാറ്ററി പാക്ക് വെക്കാനായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സ്പേസ് കൺസ്ട്രെയിൻസും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വിൽ ഹാവ് ടു സീ ഹൗ ടൊയോട്ട മാനേജസ് ദി ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ദിസ് കാർ. ഇപ്പോൾ ഹൈബ്രിഡ് ആണെങ്കിലും ഫുൾ ഇലക്ട്രിക് ആണെങ്കിലും അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്തായാലും അധികം ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, ഈ മാസം അവസാനം തന്നെ അത് കാണാൻ പറ്റും. ഹോപ്പ്ഫുള്ളി വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ഇന്ത്യ ഓൾസോ. കാര്യം ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന അതിനകത്ത് പ്രൊഡക്ഷൻ തായ്ലാൻഡ് ആണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ടു കേറ്റർ ടു മോർ വാല്യൂ കോൺഷ്യസ് മാർക്കറ്റ്സ്. അപ്പോൾ എന്തായാലും നമുക്കും അത് ഇവിടെ വരും എന്ന് പ്രതീക്ഷിക്കാം. സോ ലെറ്റ്സ് സീ. ഇപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഫ്യൂച്ചർ റിലീസസും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമുക്കൊരു ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം. ഹിമാലയൻ 450 ഞാൻ കുറേ കാലമായിട്ട് വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു വണ്ടിയാണ്. കാര്യം ഐ പേഴ്സണലി ലവ് ദ ഹിമാലയൻ, ഐ ലവ് ദ റൈഡിങ് പോസ്ചർ, ദ റൈഡ് കംഫർട്ട് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അതിൻ്റെ ഓൺലി പ്രോബ്ലം വാസ് ദ എൻജിൻ ആൻഡ് ദ ജനറൽ ലാക്ക് ഓഫ് പവർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ ആ ഒരു പ്രശ്നം അവർ സോൾവ് ചെയ്തിട്ട് അവർ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്, ദ ഹിമാലയൻ 450. നമ്മൾ കുറേ കാലം അതിൻ്റെ സ്പൈ പിക്ചേഴ്സും കാര്യങ്ങളും എല്ലാം കാണുന്നു അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. ബട്ട് നൗ ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ഫോർ ലോഞ്ച് അഗെയിൻ. ഈ മാസം അവസാനമാണ് അതിൻ്റെ മീഡിയ ഡ്രൈവ്സും കാര്യങ്ങളും. സോ ദ വെഹിക്കിൾ ഇസ് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് റെഡി. ഇപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതൊരു മേജർ ഷിഫ്റ്റ് ആയിരിക്കും റോയൽ എൻഫീൽഡിന്. ഇത്രയും കാലം ഹിമാലയൻ വാസ് ഓൾസോ ഒരു റേഞ്ച് ടോപ്പർ എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഓവർ ഷാഡോഡ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് ഹാസ് ബീൻ ഓവർ ഷാഡോഡ് ബൈ ദ ന്യൂവർ ലോഞ്ചേഴ്സ്. ആൻഡ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. ഹിമാലയൻ 450 എന്ന് പറയുമ്പോൾ അത് അവരൊരു ഓൾ ന്യൂ എഞ്ചിനാണ് വരുന്നത്. 450cc ആണ്, 40 bhp ആണ് വരാൻ പോകുന്നത്, വിച്ച് ഇസ് ബ്രില്യൻറ്റ്. കാര്യം ആ വണ്ടിക്ക് വേണ്ട ഒരു സാധനം കുറച്ചുകൂടെ പവറായിരുന്നു. സോ ഇറ്റ്സ് ഗോണ കം വിത്ത് 40 bhp, 35 Nm ഓഫ് ടോർക്ക്, ആൻഡ് ഇറ്റ്സ് ഗോണ ബി ക്വൈറ്റ് ടെക് ലോഡഡ്. കാര്യം അതിനകത്ത് റൈഡ് ബൈ വയർ ത്രോട്ടിലാണ്, സ്പോക്ക് വീൽസ് ഉണ്ട്, അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്, 6-speed ഗിയർ ബോക്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും കാലത്തെ ലീക്സും കാര്യങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇറ്റ് ഇസ് റിയലി സെറ്റ് ടു ഷേക്ക് ദ മാർക്കറ്റ് അപ്പ്. കാര്യം ഇത്രയും കാലം നമുക്ക് അഡ്വഞ്ചർ ബൈക്സ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അഡ്വഞ്ചർ ബൈക്സ്, 2 വെരി കോമ്പറ്റൻറ്റ് കേപ്പബിൾ ബൈക്സ് ആണ് നമ്മുടെ എക്സ്പൾസും ഹിമാലയനും. ബോത്ത് ലെറ്റ് ഡൗൺ ബൈ ലിറ്റിൽ ലാക്ക് ഓഫ് പവർ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഹിമാലയൻ അവർ അൺലെസ് ദേ ഗോ ഓൾ ഔട്ട് അവർ കുറച്ച് ബുദ്ധിമുട്ടും. കാര്യം ട്രൈം സ്ക്രാംബ്ലർ 400 വരുന്നുണ്ട്. ഇറ്റ്സ് അനൗൺസ്ഡ്, എവറിത്തിങ് ഇസ് ഔട്ട്. ഈ മാസമാണ് അതിൻ്റെ റിലീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺലെസ് ദേ ഗെറ്റ് ദെയർ ഗെയിം റോളിംഗ്, അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, വേറൊരു യൂട്യൂബർ ഇതേപോലെ വണ്ടിയിൽ ഇങ്ങനെ പോവുമായിരുന്നു. ഹി വാസ് യൂസിങ് നിസാൻ മാഗ്നൈറ്റ്. ആ വണ്ടി 120 പോകുമ്പോഴും 130 പോകുമ്പോഴും ദ ഹിമാലയൻ 450 വാസ് പുള്ളിങ് അവേ ഫ്രം ഹിം ഓൺ ദ ഹൈവേ. സോ ദാറ്റ് ഈസ് ഗ്രേറ്റ് ടു നോ ദാറ്റ് വണ്ടിക്ക് അപ്പോൾ അത്രയും പവർ ഉണ്ട്, അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മുടെ പഴയ ഹിമാലയം എന്ന് പറയുമ്പോൾ ഒരു 100-110 എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് അറിയാം നമ്മളെ ശരിക്കും ആ വണ്ടീനെ ഇട്ട് തല്ലി പണിയെടുപ്പിക്കുക എന്നുള്ളത്. വേറെ ഈ വണ്ടി എഫേർട്ട്ലെസ് ആയിട്ട് വലിച്ചു പോകുന്ന കാണുമ്പോൾ ഇറ്റ് മേക്സ് മീ റിയലി ഹാപ്പി ആൻഡ് റിയലി എക്സൈറ്റഡ് ടു സീ ദ ന്യൂ ലോഞ്ച് അറ്റ് ഹാൻഡ്. പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹിമാലയൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ പുതിയ ലോഞ്ച് എന്ന് പറയുമ്പോൾ ഓക്കെ, സുസുക്കിയുടെ EWX കോൺസെപ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് എൻ ഇലക്ട്രിക്, ബേസിക്കലി അവരുടെ ഇലക്ട്രിക് വാഗണാർ പോലത്തെ ഒരു സാധനമാണത്. സുസുക്കി അവരുടെ ഇലക്ട്രിക് കാര്യങ്ങളെ പറ്റി കുറച്ച് കാലമായി പറയുന്നു. നമ്മൾ കുറേ വണ്ടികൾ ഇറക്കുന്നു, 2024, 2025 കുറേ വണ്ടികൾ ഇറങ്ങും എന്നുള്ളത്. ബട്ട് 2025 എന്നുള്ള ടൈം ഫ്രെയിം ആക്ച്വലി ഭയങ്കര ലേറ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ മാനുഫാക്ചറേഴ്സും ദേ ആർ ഗോയിങ്, കുറേ പേര് ഫുള്ളി ഇലക്ട്രിക്കിലോട്ട് പോകുന്നുണ്ട്, കുറേ പേര് മേജർലി ഇലക്ട്രിക്കിലോട്ട് മാറുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ സുസുക്കി ഹാസ് ബീൻ ലാഗിങ് എ ബിറ്റ്. ബട്ട് അവരുടെ പുതിയ EWX കോൺസെപ്റ്റ് ലുക്സ് വെരി പ്രോമിസിങ്. ഒരു urban സിറ്റി കാറായിട്ട് ഇറ്റ് ഷുഡ് ബി ബ്രില്യൻറ്റ്. ഈസ് ഓഫ് എൻട്രി ഉള്ള നല്ലൊരു ടോൾ ബോക്സ് ഡിസൈനാണത്. ഇറ്റ്സ് എ വെരി ബോക്സി കാർ. ഇറ്റ്സ് എ വെരി എന്താ പറയുക, അങ്ങനെ ഭയങ്കര സ്റ്റൈലിംഗ് ക്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി സ്റ്റൈലിഷ് കാർ. എന്തോ അത് കാണാൻ ഭയങ്കര രസമുണ്ട്. ഇറ്റ് ഷുഡ് കം വിത്ത് എ ഫുൾ ഇലക്ട്രിഫൈഡ് പ്ലാറ്റ്ഫോം. 230 കിലോമീറ്റേഴ്സ് ആണ് ക്ലെയിംഡ് റേഞ്ച് പറയുന്നത്. സോ വി ഹോപ്പ് വിൽ സീ ദാറ്റ് വെരി സൂൺ. കാര്യം മാരുതി അവരുടെ വാഗണാർ വേർഷൻ കുറേ കാലമായി ടെസ്റ്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് 2-3 കൊല്ലമായിട്ട് ആ വണ്ടി നമ്മളിവിടെ കാണുന്നുണ്ട്, ഓർ ഈവൺ മോർ ആയിട്ട് കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് യു ഹവ് സീൻ ടാറ്റ കം ഔട്ട് ഫ്രം നോവെയർ ആൻഡ് ജസ്റ്റ് ഡോമിനേറ്റ് ദി ഇലക്ട്രിക് കാർ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ബാക്കി ഇത്രയും കാലമായിട്ട് ഇലക്ട്രിക്സ് ഉണ്ടായിക്കൊണ്ടിരുന്ന ബാക്കി മാനുഫാക്ചറേഴ്സിന് വരെ എന്ത് പറ്റിയെന്ന് പോലും അറിയില്ല. കാര്യം ടാറ്റയുടെ ഒരു ദേ ഹവ് ജസ്റ്റ് ഡോമിനേറ്റഡ് ഇറ്റ്. ആൻഡ് ഇപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ നെക്സോൺ EV ഫേസ് ലിഫ്റ്റ് ഇസ് എ ബ്രില്യൻ ഫേസ് ലിഫ്റ്റ്. അവർ കുറേ കാര്യങ്ങൾ ചെയ്ത് അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പഞ്ചിൻ്റെ EV വരുന്നുണ്ട്. ആൻഡ് ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ്ലി ഹാരിയറിൻ്റെ EV വരുന്നുണ്ട്. വിച്ച് ബ്രിങ്സ് us to our next topic, ഹാരിയർ EV. സോ ഹാരിയർ EV കുറേ കാലമായി നമുക്ക് എല്ലാവർക്കും അറിയാം അത് വരുന്നുണ്ട് എന്നുള്ളത്. അവർ നേരത്തെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ബട്ട് നൗ വി ആർ സീയിങ് മോർ ടെസ്റ്റ് മ്യൂൾസ് കമ്മിങ് ഔട്ട്. ഇപ്പോൾ ഈയിടയ്ക്കായിട്ട് പുതിയ ഹാരിയറിൻ്റെ കുറച്ച് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഉള്ള ടെസ്റ്റ് മ്യൂൾ സ്പോട്ട് ചെയ്യലുണ്ടായി. എക്സോസ്റ്റ് പൈപ്പ് ഇല്ല, അങ്ങനെയാണ് മനസ്സിൽ ഇലക്ട്രിക് ആണ്. അതേപോലെ ക്ലോസ്ഡ് ഔട്ട് ഫ്രണ്ട് ഗ്രിൽസ് ആണ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം ദി ഇലക്ട്രിക് ഹാരിയർ ഇസ് ഓൺ. അവർ പറഞ്ഞ ഒരു 60 or 70 kWh ബാറ്ററിയാണ് അതിനകത്ത് വരാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഷുഡ് ഗിവ് ഇറ്റ് ക്വൈറ്റ് എ ഡീസൻറ്റ് റേഞ്ച്. ആൻഡ് ടാറ്റ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് നമ്മൾ
കുറച്ച് കാലം മുമ്പേ ടാറ്റ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ അവർ ജസ്റ്റ് ഒരു EV ഉണ്ടാക്കി മിണ്ടാണ്ടിരിക്കുമായിരിക്കുമെന്ന്. ബട്ട് ഇപ്പോൾ എസ്പെഷ്യലി ആഫ്റ്റർ ദ നെക്സോൺ ആൻഡ് ഹൗ ലോഡഡ് ദാറ്റ് കാർ ഇസ്, ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാം ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഡ്യുവൽ മോട്ടോർ കാർ, ദിസ് ഇസ് ഗോയിങ് ടു ബി വെരി ഫാസ്റ്റ്, ദിസ് ഇസ് ഗോയിങ് ടു ബി എന്താ പറയുക ഒരു വേൾഡ് സ്റ്റാൻഡേർഡിലുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുക്കുന്നൊരു EV ആയിരിക്കുന്നൊരു വിശ്വാസമുണ്ട്. അവരുടെ ആ സർവീസ് കാര്യങ്ങളും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കുറച്ചുകൂടെ സർവീസ് ബെറ്റർ ആക്കി EV സ്പെസിഫിക് സർവീസ് സെൻറ്റേഴ്സ് മേ ബി തുറക്കുവാണേ. കാര്യം ടാറ്റ ഇസ് ഗോയിങ് ഓൺ ടു ആൻ ഓൾ EV സെഗ്മെൻറ്റ് നൗ. സോ ഒരു EV സ്പെസിഫിക് സർവീസ് സെൻറ്റേഴ്സും കൂടെ അവിടെ തുടങ്ങുവാണെങ്കിൽ റിയലി ദർ ഇസ് നോ സ്റ്റോപ്പിംഗ് ടാറ്റ. ദേ ആർ ഗോയിങ് ടു ജസ്റ്റ് ഡോമിനേറ്റ് ദിസ് സെഗ്മെൻറ്റ് കംപ്ലീറ്റ്ലി. മഹീന്ദ്ര അവർ പണ്ട് റേവ വെച്ച് തുടങ്ങി, ഇലക്ട്രിക് കാർ ഉണ്ടാക്കി തുടങ്ങി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും മഹീന്ദ്രയ്ക്ക് ആ ഒരു അങ്ങോട്ട് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല EV സെഗ്മെൻറ്റിൽ. ബിക്കോസ് ഇനീഷ്യൽ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവർ ദേ ജസ്റ്റ് വെൻ സൈലൻറ്റ്. ആ ഒരു E2O പ്ലസും E-Veritoയും കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലത്തേക്ക് പോയിട്ട് പിന്നെ ഇപ്പോഴാണ് തിരിച്ച് വന്നിരിക്കുന്നത് വിത്ത് ദി XUV 400. ആൻഡ് ദാറ്റ് ടു ഒരു മിഡിൽ ഓഫ് ദ റോഡ് പ്രൊഡക്റ്റാണ്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഇപ്പോഴും ഭയങ്കര പഴയതാണ്. ദർ ഇസ് നോട്ട് റിയലി മച്ച് എക്സൈറ്റ്മെൻറ്റ് അബൌട്ട് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ടാറ്റ ഹാസ് എ ഗോൾഡൻ ചാൻസ് ആൻഡ് വിൽ ഹാവ് ടു സീ ഹൗ ദിസ് പ്ലേസ് ഔട്ട്. നമ്മളെന്തായാലും ടാറ്റയുടെയും ഹാരിയറിൻ്റെ സഫാരിയുടെയും കാര്യം പറയുമ്പോൾ നമുക്കൊരു കാര്യം കൂടെ പറയണം. ഇപ്പോൾ ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് അനൗൺസ് ആയിട്ടുണ്ട്, ജസ്റ്റ് റിലീസായിട്ടുണ്ട് വണ്ടി. സോ ടാറ്റ അഗൈൻ ഫേസ് ലിഫ്റ്റ്സ് അത്യാവശ്യം ഇപ്പോൾ കോംപ്രഹെൻസീവ് ആയിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് യു റിയലി ഹാവ് ടു ഹാൻഡ് ഇറ്റ് ടു ദം. കാര്യം ഇത്രയും ഒരു ഏജ് ഉള്ളൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും ലൈക്ക് ദ നെക്സോൺ, അത് ദേ ഹാവ് ജസ്റ്റ് ബ്രോട്ട് ഇറ്റ് ബാങ് ഇൻ ടു 2023 2024. സോ അത് നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഹാരിയറിനും നമ്മുടെ സഫാരിക്കും അതേപോലത്തെ റിഫ്രഷ് വന്നിട്ടുണ്ട്. സോ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ യു ഹാവ് ദ സിഗ്നേച്ചർ DRLs വന്നിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. അതേപോലെ ഓൺ ആകുമ്പോഴുള്ള ആ ഒരു ലൈറ്റിൻ്റെ ആനിമേഷനും കാര്യങ്ങളെല്ലാം ദാറ്റ് ലുക്സ് റിയലി നൈസ്. ഇൻസൈഡ് ടാറ്റയിൽ നമ്മൾ എല്ലാവരും ഇത്രയും കാലം കുറ്റം പറഞ്ഞിരുന്ന കുറച്ച് സാധനങ്ങളാണ് മീറ്റർ കൺസോൾ ഭയങ്കര ഒരു മിഡിൽ ഓഫ് ദ റോഡ് ഒരു സാധനമായിരുന്നു. വേറെസ് ഇപ്പോൾ പുതിയതൊരു ഫുൾ LCD ഡിസ്പ്ലേ, ദേ ഹാവ് ജസ്റ്റ് ഗോൺ ടു ടൗൺ വിത്ത് ഓൾ ദ ഫീച്ചേഴ്സ് ആൻഡ് ഓൾ ദ ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ ഓൺ ദാറ്റ്. അത്യാവശ്യം കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പുതിയ മീറ്റർ കൺസോളാണ് നമുക്ക് പുതിയ നെക്സോണിൽ കണ്ടത്. അതേപോലെ തന്നെ ഹാരിയറിലും സഫാരിയിലും അത് വന്നിട്ടുണ്ട്. ഇറ്റ് ഗെറ്റ്സ് എ ബെറ്റർ ഓഡിയോ സിസ്റ്റം വിത്ത് എ ബിഗർ ഡിസ്പ്ലേ ആൻഡ് ഓൾ ദാറ്റ്. അതും എല്ലാവരും കുറ്റം പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു. ദേ ഹാവ് അഡ്രസ് ദാറ്റ്. അതേപോലെ ഇൻറ്റീരിയറിലാണെങ്കിലും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ആംബിയൻറ്റ് ലൈറ്റിങ്ങും കാര്യങ്ങളും. സ്റ്റിയറിംഗ് മാറി, ടാറ്റയുടെ പുതിയ സിഗ്നേച്ചർ സ്റ്റിയറിംഗ് വിത്ത് ഒരു ബാക്ക്ലിറ്റ് ലോഗോ ഹാസ് കം ഇൻ. അതേപോലെ അവർ അതിൻ്റെ കംപ്ലീറ്റ് ട്രിം ലെവൽസും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ടുണ്ട്. സോ ട്രിം ലെവൽസ് പണ്ടത്തെ XZE, XZA, XZ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ടായിരുന്നു വിച്ച് വാസ് ക്വൈറ്റ് കൺഫ്യൂസിങ്. അവിടെ നിന്ന് ഇപ്പോൾ സ്മാർട്ട്, പ്യുവർ, അഡ്വഞ്ചർ പ്ലസ് എന്ന് പറഞ്ഞ് 4 ട്രിംസിലോട്ട് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പല പെർസോണാസ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. സോ യു ഹാവ് ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ്, ഡിഫറെൻറ്റ് ഇൻറ്റീരിയർ ഓപ്ഷൻസ്, ഡിഫറെൻറ്റ് ഇൻറ്റീരിയർ തീംസ്, ഫീച്ചേഴ്സ് എല്ലാം ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് പെർസോണാസ്. അപ്പോൾ അവർ ഇതിനകത്ത് ഓരോ വേർഷൻസിനും പല ഡിഫറെൻറ്റ് ഇൻറ്റീരിയർ തീംസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വണ്ടിക്ക് അവരൊരു കോഫി ബ്രൗൺ കളർ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. മേ ബി അഡ്വഞ്ചറിന് പോയിട്ട് ചളിയാണ്ടാന്ന് വെച്ചിട്ടായിരിക്കാം. അക്കോംപ്ലിഷ്ഡ് എന്നുള്ള വണ്ടിക്ക് ഫുൾ വൈറ്റ് ഇൻറ്റീരിയേഴ്സാണ്. ദാറ്റ്സ് ക്വൈറ്റ് ഫണി. കാര്യം അക്കോംപ്ലിഷ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ദേഹത്ത് അഴുക്കാവുന്ന പണിയൊന്നും എടുക്കില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ വെള്ള ഇൻറ്റീരിയറൊക്കെ കൊടുത്തത്. എന്തായാലും അങ്ങനെ കുറേ പരിപാടികൾ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൈനർ തിങ്സ് ലൈക്ക് ദിസ് മേക്ക് എ ഡിഫറൻസ് ഈ ഒരു സെഗ്മെൻറ്റിൽ. ആൻഡ് ഇറ്റ്സ് ഗുഡ് ടു സീ ദാറ്റ് ടാറ്റ ഈസ് ഡൂയിങ് ഓൾ ഓഫ് ദിസ്. ആൻഡ് ആ ഒരു പ്രോഡക്റ്റിന് ഇത്രയും കാലമായിട്ടും ഫ്രഷ് ആയിട്ട് വെക്കാനായിട്ടും കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ്സിൽ എപ്പോൾ നോക്കിയാലും ഇപ്പോൾ ന്യൂസ് എടുത്താലും ആഡ് എടുത്താലും എല്ലാ 2 മാസവും ദർ ഇസ് സം റിഫ്രഷ് കമ്മിങ് ഓൺ ടു ദിസ് മോഡൽ, ദ സഫാരി ആൻഡ് ദ ഹാരിയർ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു റിഫ്രഷ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദറ്റ് വെഹിക്കിൾ സ്റ്റിൽ ഫ്രഷ്, നമുക്കൊരു പഴയതായൊരു ഫീലിംഗ് ഇല്ല. ആൻഡ് അതിൻ്റെ പക്ഷേ വേറൊരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പം മേടിച്ചാലും നമുക്കറിയാം ദാറ്റ് 2 മാസം കഴിയുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് വരുമെന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് നോട്ട് എ വെരി നൈസ് തിങ് ഫോർ പെർസ്പെക്റ്റീവ് ബയേഴ്സ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ദാറ്റ് ടാറ്റ ഈസ് കീപ്പിംഗ് ഓൾ ഓഫ് ദീസ് വെഹിക്കിൾസ് ക്വൈറ്റ് ഫ്രഷ്. സോ നമ്മളെന്തായാലും പുതിയ ലോഞ്ചസും സ്പൈ പിക്ചേഴ്സിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു വണ്ടിയുടെ കൂടെ കാര്യം പറയണം. ഇറ്റ്സ് ദ ബജാജ് സണ്ണി. നമ്മളെല്ലാവരും മറന്നുപോയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ആക്ച്വലി ഓൾ 90s കിഡ്സ് വിൽ റിമെമ്പർ ദിസ് വെഹിക്കിൾ. കാര്യം ആ സമയത്ത് ഏറ്റവും നമ്മളെല്ലാവരും അറ്റ്ലീസ്റ്റ് എനിക്ക് പരിചയമുള്ള എല്ലാവരും അത്യാവശ്യം വേണമെന്നുണ്ടായിരുന്നൊരു വണ്ടിയായിരുന്നു. കാര്യം ഇറ്റ് വാസ് ദ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അവൈലബിൾ. ആദ്യം 50cc ആയിട്ട് വന്നു. ഇറ്റ് വാസ് എ വെരി വെരി ബേസിക് സ്കൂട്ടർ. 50cc ആയിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സണ്ണി സിപ്പ് എന്നും പറഞ്ഞിട്ട് 60cc ആയിട്ടും വന്നായിരുന്നു ആ വണ്ടി. നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ആ സമയത്തുള്ള പ്രീമിയം സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ കൈൻറ്റിക്കോണ്ടയാണ്. കൈൻറ്റിക്കോണ്ട മിക്കവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിൽ ഒരു 2 സ്ട്രോക്ക് ഒരു ചെറിയ ഒരു നല്ലൊരു ലൈറ്റ് വെയ്റ്റ് കോമ്പാക്ട് സ്കൂട്ടറായിരുന്നു. പെണ്ണുങ്ങൾക്ക് ഓടിക്കാനും ഈവൻ സ്റ്റുഡൻസ് കുഡ് റിയലി റൈഡ് ദാറ്റ് തിങ് അറൗണ്ട്. അവരുടെ പരസ്യത്തിൽ തന്നെ അങ്ങനെയായിരുന്നു. 2 കോളേജ് കിഡ്സ് ഓടിക്കുന്നതായിട്ടായിരുന്നു ആ വണ്ടി കാണിക്കുന്നുണ്ടായിരുന്നേ. ആൻഡ് ഇപ്പോൾ ഈയിടയ്ക്കായിട്ട് നമുക്ക് കാണാൻ പോലും ഇല്ല. നല്ല സണ്ണിയൊന്നും കാണാനേ കിട്ടാറില്ല. ഒരുവിധം ആൾക്കാരൊക്കെ ആ ബ്രാൻഡിനെ പറ്റി മറന്നു.
ബട്ട് ബജാജ് ഇസ് നൗ പ്ലാനിങ് ടു റിവൈവ് ദാറ്റ് വെഹിക്കിൾ. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സണ്ണിയുടെ ഒരു ടെസ്റ്റ് മ്യൂള് കണ്ടായിരുന്നു ആസ് ഇലക്ട്രിക്. ദാറ്റ് മേക്സ് മീ റിയലി എക്സൈറ്റഡ്. കാര്യം എനിക്ക് ആ ഒരു ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ് ആ സണ്ണിയുടെ. ബട്ട് നമുക്കൊരു 2 സ്ട്രോക്ക് സണ്ണി ഇപ്പോൾ ഓടിച്ചടക്കാൻ പറ്റില്ല, പാർട്സ് കിട്ടില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആൻഡ് നമുക്കിപ്പോൾ ഒരു 50cc 2 സ്ട്രോക്ക് ഓടിച്ചടക്കാൻ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോബ്ലം. കാര്യം നമുക്ക് പലയിടത്തും വേണ്ട പവറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ബിക്കോസ് ട്രാഫിക് ആൻഡ് എവറിത്തിങ് ഹാസ് ഗോൺ അപ്പ്. ഇപ്പോൾ അവർ കാണിച്ചിട്ടില്ല, അവർ അവരുടെ ടെസ്റ്റിങ്ങിൽ നമ്മൾ കണ്ടുപിടിച്ചൊരു വണ്ടി ഇസ് ദ സണ്ണി EV. ഇപ്പോഴത്തെ ഒരു വളരെ ക്രൂഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ബേസിക്കലി ഇറ്റ് ലുക്സ് ലൈക്ക് ഫാക്ടറിയിൽ എവിടെ കണ്ട് കിടന്നൊരു സണ്ണി എടുത്ത് അതിൻ്റെ ഫ്രണ്ടിൽ ബാറ്ററി പാക്കും വെച്ച് ഓടിക്കുന്ന പോലെയുണ്ട്. അങ്ങനെ ആയിരിക്കില്ല ആ വണ്ടി വരുന്നത്. ഡെഫിനറ്റ്ലി മര്യാദയ്ക്ക് പൊസിഷൻ ചെയ്ത് പാക്കേജ് ചെയ്തായിരിക്കും വരുന്നത്. ഇറ്റ് ലുക്സ് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ടു എൻ ഏർലിയർ സണ്ണി, ദ ഏർലിയർ സണ്ണി. കാര്യം അത് കഴിഞ്ഞിട്ട് സണ്ണി സ്പൈസ് എങ്ങാണ്ട് പറഞ്ഞിട്ട് ഒരു വേർഷൻ ഇറങ്ങിയായിരുന്നു, വിച്ച് ലുക്ഡ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. ദിസ് വൺ ലുക്സ് ലൈക്ക് എൻ ഒറിജിനൽ സണ്ണി. 3 സ്പോക്ക് വീൽസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്, ലൈക്ക് ദി ഫസ്റ്റ് വൺ. പക്ഷേ ബാക്കിൽ ഒരു ഹബ് മൗണ്ടഡ് മോട്ടറാണ് വരുന്നത്. ആൻഡ് ഹബ് മൗണ്ടഡ് മോട്ടർ എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ഗോയിങ് ടു ബി എ കോസ്റ്റ് എഫക്റ്റീവ് വെഹിക്കിൾ. കുറച്ചും കൂടെ ഒരു സിറ്റി കമ്മ്യൂട്ടും അതേപോലെ ലോ സ്പീഡ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ആ വണ്ടി, വിച്ച് ഇസ് ഗ്രേറ്റ്. കാര്യം അതിൻ്റെ സൈസും അതിൻ്റെ ഫോം ഫാക്ടറും അതിന് വളരെ സൂട്ടബിൾ ആണ്. സോ വി ആർ ഓൾസോ ഹിയറിംഗ് ദാറ്റ് അതൊരു ലോ സ്പീഡ് EV ആയിട്ട് ചിലപ്പോൾ വന്നേക്കാം. സോ ദാറ്റ് ഡസ് നോട്ട് റീഡ് രജിസ്ട്രേഷൻ. ആൻഡ് ആ ഒരു സെഗ്മെൻറ്റ് ആക്ച്വലി ഭയങ്കര ഒരു അൺടാപ്ഡ് പൊട്ടൻഷ്യലാണ് ഫോർ എനി മെയിൻ സ്ട്രീം മാനുഫാക്ചർ. കാര്യം നമ്മളിപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് ഇല്ലാണ്ട് ഓടിക്കുന്ന EV 2 വീലേഴ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും സം റാൻഡം ചൈനീസ് മാനുഫാക്ചറേഴ്സ് ആണ്. ആൻഡ് ഒരേപോലെ ഇരിക്കുന്നൊരു 10 വണ്ടി ഉണ്ടാവും. എല്ലാവരും സെയിം കിറ്റ്സ് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്ത് വിൽക്കുന്നു. 10 പേരായിരിക്കും. ഇന്ന് ഒരു ഷോറൂം വിൽക്കുന്ന വണ്ടി പിറ്റേ ദിവസം അതേ ഷോറൂമിൽ അതേ വണ്ടി ആയിരിക്കും, പക്ഷേ വേറെ ബ്രാൻഡിലായിരിക്കും. സോ ഇറ്റ്സ് റിയലി എ ഡൈസി സിറ്റുവേഷൻ ടു ബൈ എനി ഓഫ് ദോസ് ലോ സ്പീഡ് വെഹിക്കിൾസ്. വെറാസ് ബജാജ് പോലത്തെ ഒരു റെപ്യൂട്ടഡ് മാനുഫാക്ചർ അങ്ങനത്തെ ഒരു വണ്ടി കൊണ്ടുവരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ടേക്ക് ഓവർ ദ മാർക്കറ്റ്. ആൻഡ് ബജാജിനും അത് വളരെ അത്യാവശ്യമാണ്. കാര്യം ഒരു ഇൻഡസ്ട്രി ലീഡർ ആയിട്ട് പോലും അവർക്ക് ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ച് എങ്ങെങ്ങും എത്താൻ പറ്റിയിട്ടില്ല. ഓല ഹാസ് ജസ്റ്റ് ടേക്കൺ ഓഫ് ആൻഡ് അവർ ആഴ്ചയ്ക്ക് പുതിയ മോഡലുകൾ ഇറക്കുന്നുണ്ട്. പ്രോബ്ലംസ് ആൻഡ് എവറിത്തിങ് അസൈഡ്, ദേ ആർ ദ നമ്പർ 1 EV മാനുഫാക്ചർ ഇൻ ഇന്ത്യ നൗ, 2 വീലേഴ്സിൽ. ഏത്തർ ഇസ് എ ഡിസ്റ്റൻറ്റ് സെക്കൻഡ്, ബട്ട് സ്റ്റിൽ അവർ ഇൻ ടേംസ് ഓഫ് ടെക്നോളജി, ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് ഇൻട്രസ്റ്റ്, ഇൻ ടേംസ് ഓഫ് ബ്രാൻഡ് വാല്യൂ, ഏത്തർ ഔട്ട് ഓഫ് നോ വെയർ വന്നിട്ട് ദേ ഹാവ് ഓൾസോ മെയ്ഡ് എ നീഷ് ഫോർ ദംസെൽസ്. ആൻഡ് അതിനൊരു ആർഡൻറ്റ് ഫാൻ ഫോളോയിങ് ഉണ്ട്. സിമ്പിൾ വൺ, വെൽ പണ്ട് പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും ആയിട്ടില്ല. TVS ഇസ് ഓൾസോ ഡൂയിങ് ഗുഡ്. iQube വന്നു, iQubeൻ്റെ SST എന്നൊക്കെ പറഞ്ഞ വേർഷൻസ് വന്ന് അപ്ഡേറ്റ് വന്ന് TVS ഇസ് ഓൾസോ ഡൂയിങ് ദെയർ ഓൺ തിങ്. സോ ഒരു നോ നോൺ സെൻസ് ഒരു 2 വീലർ ഇലക്ട്രിക് വേണമെന്നുണ്ടെങ്കിൽ പീപ്പിൾ ആർ ജസ്റ്റ് ബ്ലൈൻഡ്ലി ഗോയിങ് ഫോർ ദ TVS വേർഷൻസ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ ബജാജ് ചേതക് അവരുടെ ഒരു ലെജൻഡറി ബ്രാൻഡ് നെയിം കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് എവിടെ എത്തിയിട്ടില്ല. കാര്യം അവരതൊരു അത്രയും ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല അതിൻ്റെ മേത്ത്. ബ്രാൻഡിങ്ങിലാണെങ്കിലും ആ വണ്ടിയിലും ദേ ഹാവ് നോട്ട് പുട്ട് ടു മച്ച് എഫേർട്ട് ഇൻ ടു ഇറ്റ്. അതുകൊണ്ട് തന്നെ ആ വണ്ടി അവിടെ എത്തിയിട്ടില്ല. ആൻഡ് വി ആർ ഹോപ്പിംഗ് ദാറ്റ് അത്രയും ഒരു ലെജൻഡറി ബ്രാൻഡ് നെയിം വെച്ചിട്ട് അവർ ദേ വിൽ ഡു മോർ. അതേപോലെ തന്നെയാണ് സണ്ണിയിലും പ്രതീക്ഷ. ഹോപ്പ്ഫുള്ളി ദേ വിൽ നോട്ട് അങ്ങനത്തെ ഒരു അത്രയും നല്ലൊരു വണ്ടി എടുത്തുകൊണ്ട് വന്ന് നല്ലൊരു ബ്രാൻഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ദേ വിൽ നോട്ട് ജസ്റ്റ് കിൽ ഇറ്റ് വിത്ത് എ സബ് പാർ പ്രോഡക്റ്റ് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ എം ഓൾസോ ഈഗർലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഹോപ്പ്ഫുള്ളി ദിസ് ഡസൻറ്റ് ബിക്കം അനദർ ജാവ. നമുക്കിനി പറയാനുള്ളത് വളരെ ഒരു ഹാപ്പി ന്യൂസാണ്. നമ്മുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹ്യുണ്ടായി വേർണ has received a 5-star global NCAP rating. Hyundai is one of the most important manufacturers in India. മാരുതി കഴിഞ്ഞാൽ പിന്നെ ഹ്യുണ്ടായി ആണ് ഇവിടുത്തെ ഒരു ഡിഫാക്റ്റോ ചോയ്സ് എന്ന് പറയാം. സോ ഈ 2 മാനുഫാക്ചേഴ്സും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഹാവൻ ബീൻ റിയലി ഫോക്കസ്ഡ് ഓൺ സേഫ്റ്റി. കാര്യം പുറത്ത് എബ്രോഡ് നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായി ഔട്ട് ഓഫ് നോ വെയർ വന്ന് ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് ആണെങ്കിലും എല്ലാം ദേ ഹവ് ലിറ്ററലി ടേക്കൺ ഓവർ ദാറ്റ് മാർക്കറ്റ്. പണ്ട് കൊറോള സിവിക് ഒക്കെ ഉണ്ടായിരുന്ന മാർക്കറ്റിലുള്ള ആ ഒരു സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ഹ്യുണ്ടായി ഹാസ് ടേക്കൺ ഓവർ, ഹ്യുണ്ടായി ആൻഡ് കിയ. ആൻഡ് ദോസ് കാർസ് ആർ റിയലി good. They offer great warranties, they offer great features, they offer good safety. എല്ലാം ഉണ്ട് അവിടുത്തെ മാർക്കറ്റിൽ. വേറെ ഇന്ത്യയിലോട്ട് വന്നപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കാര്യങ്ങൾ കൊടുത്തു, ഫീച്ചേഴ്സ് കൊടുത്തു, ലുക്സ് കൊടുത്തു, സേഫ്റ്റി എന്നുള്ള സാധനം മാത്രം ദേ ഓൾവേസ് സ്കിംഡ് ഓൺ ഇന്ത്യ. ദെൻ അഗൈൻ മാർക്കറ്റിന് ഇന്ത്യൻ മാർക്കറ്റ് അതിനൊരു പ്രയോറിറ്റി കൊടുത്തിരുന്നില്ല. നമുക്കിപ്പോൾ 90s 2000s ജർമ്മൻ വണ്ടികളുടെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ ഓപ്പൽ പോലത്തെ ബ്രാൻഡ്സ് ദേ വർ സേഫ് കാർസ്, ബട്ട് അതിന് ബാക്കി കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നോബഡി റിയലി വെന്റ് ഫോർ ദം. ബട്ട് എന്നാൽ ഹ്യുണ്ടായി ഇത്രയും കാലമായിട്ടും അവരത് ചെയ്യാത്തത് വളരെ ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. ദാറ്റ് ഇന്ത്യ വാസ് ഗെറ്റിംഗ് എ സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെന്റ്. പക്ഷേ എസ്പെഷ്യലി വെൻ മാനുഫാക്ചേഴ്സ് ലൈക്ക് ടാറ്റ ആൻഡ് മഹീന്ദ്ര ഔട്ട് ഓഫ് നോവെയർ ദേ ഹവ് കം ആൻഡ് they are just dominating the safety standard tests everywhere. ഇപ്പോൾ എന്തായാലും ഹ്യുണ്ടായി finally has woken up and the Verna has been crash tested by Global NCAP Safer Cars for India initiative. എന്നിട്ട് അവരതിന് 5-star റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് 5-star റേറ്റിംഗ് എന്ന് പറയുമ്പോൾ വൈൽ ഓൺ ദ ബ്രാൻഡിങ് സൈഡ് ഇറ്റ്സ് ഗ്രേറ്റ്. നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ
അതിൻ്റെ ഒരു കോമ്പറ്റേറ്റർ. സോ എസ്പെഷ്യലി ഐ തിങ്ക് ദേ ഹാഡ് ടു ഡു ദിസ് ബിക്കോസ് വേർട്ടസ് ആൻഡ് സ്ലാവിയ രണ്ടിനും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് പുതിയ വേണ ആക്ച്വലി വെരി കോമ്പറ്റൻറ്റ് കാർ. കാര്യം ഒരു സ്പേസ് ഏജ് സ്റ്റൈലിംഗ്, വെരി പവർഫുൾ എഞ്ചിൻ, നല്ല ഗിയർ ബോക്സ്, അത്യാവശ്യം നല്ല സ്പേസ്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇത്രയും കാലം പക്ഷേ സേഫ്റ്റി ഇല്ലല്ലോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഹാസ് സംഹൗ ബീൻ കോമ്പൻസേറ്റഡ് നൗ. ഇപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റ് ആയിട്ട്, ദാറ്റ് ഈസ് ദ വേർട്ടസ്. ഇപ്പോൾ നമ്മൾ വേർട്ടസ് / സ്ലാവിയ നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ദേ ഗോട്ട് 29.71 ഔട്ട് ഓഫ് 34 വിച്ച് ഗേവ് ഇറ്റ് എ 5 സ്റ്റാർ. ഹ്യുണ്ടായി വേണയ്ക്കാണെങ്കിൽ 28.18 ആണ്. പറയുമ്പോൾ വലിയ വ്യത്യാസമില്ല. പക്ഷേ അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ്, നമ്മൾ വെരി ഫ്യൂ പീപ്പിൾ വിൽ ഡെൽവ് ഡീപ്പർ ഇൻ ടു ഇറ്റ്. ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി അൺസ്റ്റേബിൾ എന്നാണ് കാണിച്ചിരിക്കുന്നത് ഈ വണ്ടിക്ക്. നമുക്കൊരു ഡീറ്റെയിൽഡ് പ്ലാൻ നോക്കുമ്പോൾ അതേപോലെ നമുക്ക് ചെസ്റ്റ്, തൈസ് ഇതിൻ്റെയൊക്കെ പ്രൊട്ടക്ഷൻ മാർജിനലായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെസ് നമുക്ക് അതിൻ്റെ ഈക്വലൻറ്റ് ഓഫ് ഇത് വേർട്ടസിൻ്റെ നോക്കുകയാണെങ്കിൽ യു ഹാവ് ഗുഡ് പ്രൊട്ടക്ഷൻ ഇൻ യുവർ തൈസ് സെക്ഷനിലൊക്കെ ഗുഡ് പ്രൊട്ടക്ഷൻ ആണ്. അതേപോലെ ചെസ്റ്റിന് ആഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ ആണ് കാണിക്കുന്നത്. വൈൽ ദിസ് ഇസ് സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. നമുക്ക് ഇനിയും ബാക്കി വരുന്ന വണ്ടികളും ഇനി ഫ്യൂച്ചർ പ്രൊഡക്ട്സ് എല്ലാം ഇനി ഇവിടെ നിന്ന് മുകളിലോട്ടേ പോകാൻ പറ്റുള്ളൂ, ഇവിടെ നിന്ന് താഴത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് സ്റ്റിൽ ഗ്രേറ്റ് ന്യൂസ്, സ്റ്റിൽ എ ഗുഡ് തിങ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഈ സെഗ്മെൻറ്റ് ഡിഫൈൻ ചെയ്യുന്ന വണ്ടി, ഇത് ഹോണ്ട സിറ്റി. അവരിതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം ഇപ്പോഴും മിണ്ടാണ്ടിരിക്കുകയാണ്. ദേ ഹാവൻറ്റ് ഗോൺ ഫോർ എനി സേഫ്റ്റി ടെസ്റ്റിംഗ് ഓർ ക്രാഷ് സ്റ്റാൻഡേർഡ്സ് ഓർ എനിത്തിങ് യെറ്റ്. ഹോപ്പ്ഫുള്ളി ദേ വിൽ ഓൾസോ ഗെറ്റ് ഡൗൺ ടു ഇറ്റ് ആൻഡ് ഷോ ദാറ്റ് ഇറ്റ് ഇസ് എ ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് കണ്ടറിയണം. ഐ എം ഓൾസോ ഈഗർലി അവൈറ്റിംഗ് ദ സെയിം. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതാണ് ലാസ്റ്റ് വണ്ടി ടു ബി ടെസ്റ്റഡ് ബൈ ഗ്ലോബൽ എൻക്യാപ്. ഇനിയിപ്പോൾ ഗ്ലോബൽ എൻക്യാപ് ഇന്ത്യക്ക് വേണ്ടി സേഫർ കാർസ് ഫോർ ഇന്ത്യ ഇനീഷ്യേറ്റീവിൻ്റെ ആ ഒരു ബാനറിൻ്റെ അടിയിൽ നമ്മുടെ ഇന്ത്യൻ വണ്ടികൾ ഒന്നും ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. സോ ആ ഒരു പരിപാടി കെട്ടിപ്പൂട്ടി. ഇനി നമുക്ക് പുതിയ സാധനം വരാൻ പോകുന്നത് ഭാരത് എൻക്യാപ്പാണ്. ഭാരത് എൻക്യാപ്പിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ. അതിനിപ്പോൾ അടുത്ത കാലത്ത് അതിൻ്റെ ബാക്കി നോംസും കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. സോ ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് ഇന്ത്യയിൽ സേഫർ കാർസ് ഇനീഷ്യേറ്റീവ് ഇസ് വെരി എസെൻഷ്യൽ. കാര്യം നമുക്ക് ഇങ്ങനത്തെ ഒരു റൂളിംഗ് ഇല്ലാണ്ട് ഒരിക്കലും ഇന്ത്യയിൽ ആരും സേഫ് കാർസ് കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള വണ്ടികൾ ഇപ്പോൾ 6 എയർ ബാഗ്സ് ആ സ്റ്റാൻഡേർഡ് ആവണം എന്നുള്ള കാര്യത്തിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനത്തെ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഐ റിയലി ഹോപ്പ് ദാറ്റ് ദ ഭാരത് എൻക്യാപ് ഇസ് ക്വൈറ്റ് സ്ട്രിഞ്ചൻറ്റ് ആൻഡ് വി ഗെറ്റ് ഗ്രേറ്റ് സേഫ് കാർസ് ഫോർ ഇന്ത്യ ഇൻ ദ ഫ്യൂച്ചർ. നമുക്കിനി പറയാനുള്ളത് കുറച്ചൊരു മാർക്കറ്റ് ന്യൂസാണ്. എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി സ്പെസിഫിക് ആയിട്ടല്ല. ഇറ്റ് ഈസ് അബൌട്ട് MG ഇന്ത്യ. നമുക്കറിയാം കുറച്ച് കാലമായിട്ട് ഇൻഡോ ചൈന ടെൻഷൻസ് ആർ ഓൺ. ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ദാറ്റ് ടെൻഷൻ ഇസ് വെരി മച്ച് പ്രെലവൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടായിരുന്നു BYDയുടെ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ബിക്കോസ് ഇറ്റ് ഈസ് എ ചൈനീസ് ഓൺ കമ്പനി. ആൻഡ് ഇന്ത്യൻ ഗവൺമെൻറ് ബീങ് വെരി സ്ട്രിക്റ്റ് ഓൺ ദ ചൈന പാർട്ട് ഓഫ് ബിസിനസ്, അവർ കുറച്ച് കാര്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ BYD ഒരു സൈഡിൽ, പക്ഷേ അവിടെ വേറൊരു കൊളാട്രൽ ഡാമേജ് അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MG ഇന്ത്യ. MG ബ്രിട്ടീഷ് ബ്രാൻഡൊക്കെ ആണെങ്കിലും ഇറ്റ് ഈസ് ഓൺ ബൈ ദ ചൈനീസ് SAICയുടെ ബ്രാൻഡാണത്. ദേ ഹാഡ് ഓൾസോ മേഡ് സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദേ വർ ഓൾസോ വെരി സീരിയസ് അബൌട്ട് the Indian market and their commitment to the Indian market. ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം വന്നപ്പോൾ they were also actively looking for a local partner. പല കമ്പനീസും അവരായിട്ട് ടൈപ്പിനുള്ള ടോക്സും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. റിലയൻസ് വാസ് ഹാപ്പനിങ്, ജിൻഡാലിൻ്റെ വാസ് ഹാപ്പനിങ്. സോ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഫൈനലി ഇറ്റ് ഹസ് ബീൻ ഫൈനലൈസ് ദാറ്റ് ജിൻഡാൽ ഇസ് നൗ ഗോയിങ് ടു അക്വയർ സ്റ്റേക്സ് ഇൻ MG മോട്ടോർ. സ്റ്റാർട്ട് ഓഫ് ചെയ്യുമ്പോൾ ഒരു 32 to 35% ആണ് MGയിൽ ജിൻഡാൽ സ്റ്റേക്ക് എടുക്കാൻ പോകുന്നത്. തുടങ്ങുമ്പോൾ SAIC will have, that is the parent company, will have 51% stake in MG India as of now. And ഇത് കഴിയുമ്പോഴേക്കും ഇവരുടെ ലോക്കൽ ഡീലേഴ്സിനും എംപ്ലോയീസിനൊക്കെ ഒരു 6-7% ഉണ്ടാവും. And over time, ജിൻഡാലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനലി വിൽ എൻഷുർ ദാറ്റ് Chinese ownership of the brand is under 50%. So അവിടം വരെ അവർ എത്തിക്കുകയാണ്. ആൻഡ് വെരി സൂൺ ഇറ്റ് വിൽ ബിക്കം എ പ്രോപ്പർ ഇന്ത്യൻ കമ്പനി. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം MG ഓണേഴ്സ് ലൈക്ക് മീ ആൻഡ് ഫ്യൂച്ചർ MG കസ്റ്റമേഴ്സിനും ഭയങ്കര റിലീഫ് വരുന്നൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോഴും, ഇങ്ങനെ ഒരു ആൻറ്റി ചൈനീസ് ഒരു ആക്ടിവിറ്റി നടക്കുമ്പോഴും ഈ കമ്പനി എങ്ങാനും പെട്ടെന്ന് ഫോർഡ് പോയ പോലെ ഒരു ദിവസം സുപ്രഭാതത്തിൽ പൂട്ടി പോകുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. ബട്ട് എന്തായാലും ഇപ്പോൾ ആ കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. നൗ യു ഹാവ് എ ലോക്കൽ ഇൻവെസ്റ്റർ. Now you have now it's becoming a proper Indian company. അതുകൊണ്ട് തന്നെ that's great news for the market. And ഇതോടെ തന്നെ നമുക്കിനി കാണാം MGയുടെ ഇനി മോർ മോഡൽസ് വരാനുള്ള കാര്യങ്ങളും ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ ഡീലർ എക്സ്പാൻഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇനി അവർക്ക് ഫുൾ സ്റ്റീം ഹെഡ് ആയിട്ട് പോകാൻ പറ്റും. നമ്മളിപ്പോൾ എന്തായാലും ഇത്രയും സീരിയസ് ന്യൂസൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ഫൺ ന്യൂസ് പറയാം. iPhone 15 BMWയിൽ വയർലെസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ അടിച്ച് പോവുകയാണ്. അതാണ് ഇപ്പോഴത്തെ പുതിയ പ്രശ്നം. ആ BMWൻ്റെ വയർലെസ് ചാർജറിൽ മാത്രം എന്തോ NFC ചിപ്പ് പ്രശ്നം
പ്രശ്നം വരുന്നുണ്ട്, ഓവർ ആവുന്നുണ്ട്. iPhone 15 എല്ലാം ഓവർ ആവുന്നുണ്ട്, പ്രോസ് എല്ലാം. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ വയർലെസ് ചാർജ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ NFC ചിപ്പിന് ഡാമേജ് വരുന്ന പോലെ ആവുന്നുണ്ട്. പല ഫോണുകളും ഫാക്ടറി റീസെറ്റ് ചെയ്യണം. അതുപോലെ ഇപ്പോൾ ആപ്പിൾ നോ ക്വസ്റ്റ്യൻസ് ആസ്റ്റ് അടിച്ചുപോയ ഫോണും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് BMW ഉണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് വേറെ ഫോൺ തിരിച്ചു വരുന്ന അവസ്ഥയാണ്. അതിന് പ്രത്യേകിച്ച് ഫിക്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും ആർക്കും മനസ്സിലായിട്ടില്ല. ബട്ട് ജസ്റ്റ് BMW തിങ്സ് ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇഫ് യു ഹാവ് എൻ iPhone 15 ആൻഡ് ഇഫ് യു ഹാവ് എ BMW, ഡോണ്ട് യൂസ് ദ വയർലെസ് ചാർജർ. അതേപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് വിച്ച് ഐ സോ, ഇപ്പോൾ നമ്മുടെ 911 പോഷ് 911 ST എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ ഒരു സെലിബ്രേഷൻ എഡിഷൻ വന്നിട്ടുണ്ട്. അവരുടെ 60 years ഓഫ് ദ 911 ബ്രാൻഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. ഇറ്റ്സ് എ മാനുവൽ ഓൺലി കാർ, കളക്റ്റബിൾ കാറാണ് ഈ വണ്ടി. ആൻഡ് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു 1963 കാർസ്, അവരുടെ ഫൗണ്ടിങ് ഇയർ. സോ എന്തായാലും ഈ വണ്ടി അഗൈൻ 911 നമുക്കറിയാം, എല്ലാ 911 ഡിമാൻഡ് ഉണ്ട്. കളക്റ്റബിൾ 911s ആർ ഹോട്ട് പ്രോപ്പർട്ടി. നമുക്കിപ്പോൾ കഴിഞ്ഞ 911 R വന്നപ്പോഴേക്കും വരുന്നതിന് മുമ്പ് തന്നെ പോയി. 911 ST ഓൾസോ മോസ്റ്റ് പ്രോബബ്ലി വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ എല്ലാം സോൾഡ് ഔട്ട് ആയിരിക്കും. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു മാർക്കറ്റ് ഇൻഡസ്ട്രി കാണുന്നത് ഇസ് ഫ്ലിപ്പേഴ്സ്. നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എടുക്കുകയാണെങ്കിലും ഈ ഒരു സിനാറിയോ ഭയങ്കര പ്രിലവൻ്റ് ആണ്. സോ നമ്മുടെ ഇന്നോവ ഹൈക്രോസ് ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ വണ്ടി കിട്ടണമെങ്കിൽ മിക്കവാറും 1 കൊല്ലം 2 കൊല്ലം ഒക്കെയാണ് പറയുന്നത്. ബട്ട് ദർ ആർ കാർസ് വിച്ച് പീപ്പിൾ ഹാവ് ബോട്ട് ആൻഡ് ഇമീഡിയറ്റ്ലി റീസെല്ലിംഗ് ഇറ്റ് ഫോർ 2 lakhs 3 lakhs പ്രീമിയം. പക്ഷേ വണ്ടി കിട്ടണമെങ്കിൽ വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ട് മേടിക്കുന്നു. ആൻഡ് അങ്ങനെ വരുമ്പോൾ ഇറ്റ് റിയലി റൂയിൻസ് ദ മാർക്കറ്റ്. ജെന്യുവനായിട്ട് വണ്ടി മേടിക്കാൻ നിൽക്കുന്ന പീപ്പിൾ ഗെറ്റ് പുഷ് ഡൗൺ ഓൺ ദ ക്യൂ. ഇവർ ആദ്യം പോയി ബുക്ക് ചെയ്ത് കുറേ വണ്ടികൾ മേടിക്കുന്നുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. വൈൽ ഓൺ എ നോർമൽ കാർ ലൈക്ക് എൻ ഇന്നോവ ഇറ്റ്സ് മോർ ഓർ ലെസ് ഓക്കെ. ബട്ട് നമുക്കൊരു സ്പെഷ്യൽ കാർ, ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലിമിറ്റഡ് എഡിഷൻ കാറിൻ്റെ മേത്തും ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ദെൻ മാനുഫാക്ചറിന് ആരാലോചിക്കും ഇപ്പം നമ്മളാരായി കാര്യം ഇത്രയും ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം സംബഡി ഈസ് മേക്കിംഗ് മോർ മണി ദെൻ ബൈ ജസ്റ്റ് ബൈയിങ് ആൻഡ് ഫ്ലിപ്പിംഗ് ഇറ്റ് ഇമീഡിയറ്റ്ലി. വെറാസ് നമ്മൾ ഇത് കൊടുക്കാൻ നോക്കുന്ന ജെന്യുവിൻ ഡിസേർവിങ് ഓണേഴ്സിനാണ്. എന്നാലാണ് ആ വണ്ടിയുടെ ആ ഒരു കളക്റ്റബിൾ വാല്യൂവും ആ വണ്ടിയിൽ നമ്മൾ ഇട്ടിട്ടുള്ള എഫേർട്ടും ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. സോ ആ ഒരു ട്രെൻഡ് ഭയങ്കര പ്രിലവൻ്റ് ആണ് നോർത്ത് അമേരിക്കയിൽ. അതുകൊണ്ട് തന്നെ പോർഷ് ഹാസ് ഡിസൈഡഡ് ദാറ്റ് അവിടെ ഇപ്പോൾ പുതിയ 911 ST പുതിയ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും 1 കൊല്ലത്തേക്ക് അത് ലീസാണ് കൊടുക്കുന്നത്. 1 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടേ ആ വണ്ടി അവരുടെ പേരിലോട്ട് മാറുള്ളൂ. സോ 1 കൊല്ലം കഴിഞ്ഞ് യു ആർ ഫ്രീ ടു ഡു വാട്ട് എവർ യു വാണ്ട്. പക്ഷേ ഈ ഇനീഷ്യൽ വരുമ്പോൾ ദാറ്റ് വിൽ എൻഷുർ ദാറ്റ് ഈ ഫ്ലിപ്പിംഗ്, ഈ റീസെല്ലിംഗ് കാര്യങ്ങൾ ആർ നോട്ട് സോ കോമൺ. ആൻഡ് ഒരു ലീസിലുള്ള വണ്ടിയിൽ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് വേറെ രീതിയിൽ അത് മാറ്റി അത് പിന്നെ പേര് മറിച്ച് ഓടിക്കാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലീസ് ചെയ്യുന്ന ആൾക്ക് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ദിസ് ഇസ് എ വെരി നൈസ് മെത്തേഡ് ടു കൺട്രോൾ ദാറ്റ് തിങ്. ആൻഡ് ഡിസേർവിംഗ് ഓണേഴ്സിന് വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. ആൻഡ് ഐ തിങ്ക് മോർ മാനുഫാക്ചറേഴ്സ് വിൽ ഡു ദിസ് വെരി സൂൺ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ന്യൂസ് എപ്പിസോഡ് ഇവിടെ റാപ്പപ്പ് ചെയ്യാം. സോ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്. ഈ ഒരു എപ്പിസോഡിൽ വാട്ട് ഡു യു വാണ്ട് ടു സീ? ഇസ് ദർ എനിത്തിങ് ലൈക്ക് കൂടുതൽ ഫോറിൻ കണ്ടന്റ് ആണോ, ഇന്ത്യൻ കണ്ടന്റ് ആണോ, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ആൻഡ് ഐ വിൽ ബി ഹാപ്പി ടു ഡു ദ നീഡ്ഫുൾ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ബൈ ബൈ.